Good afternoon. Okay, ഭക്ഷണമൊക്കെ കഴിച്ചു എല്ലാവരും? ഇതൊക്കെ കഴിച്ചിട്ടാണോ ക്ലാസ്സിൽ കയറിയേ? ആണോ? ഓക്കെ. ചിഞ്ചുകുട്ടിക്ക് എന്ത് പറ്റി? കഴിച്ചില്ല? നോന്നും പറഞ്ഞിട്ടേണ്ടല്ലോ. പറഞ്ഞില്ലേ, എല്ലാവർക്കും അറിയാലോ 1:30 ക്ലാസ് ഉണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് ഒരു 12:45 1 മണിയാകുമ്പോഴത്തേക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ക്ലാസ്സിലിരിക്കാം. പിന്നെ ഇനിയിപ്പോ നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് 3:30 ആവില്ലേ? അപ്പൊ അതുകൊണ്ട് എല്ലാവരും നേരത്തെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാം. ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? ലബോറട്ടറി സർവീസ് അതിന്റെ ഫസ്റ്റ് പേജ് നമ്മൾ നോക്കിയത് അല്ലേ? ആ ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ് അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതില് 5 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ക്ലിനിക്കൽ പത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോ കെമിസ്ട്രി, യൂറിനാലിസിസ്, ബ്ലഡ് ബാങ്ക്. അത്രയല്ലേ? അപ്പൊ അതില് നമ്മൾ ഒന്നാമത്തെ ക്ലിനിക്കൽ പത്തോളജിയില് നമ്മൾ അതിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാണെന്നാണ്. ക്ലിനിക്കൽ പത്തോളജി എന്ന് പറഞ്ഞുകൊണ്ടാ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ശരീരദ്രവങ്ങള്, ടിഷ്യൂസ്, സെൽസ്, സിറം, ബ്ലഡ്, ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. ഇതല്ലേ ക്ലിനിക്കൽ പത്തോളജി എന്ന് പറയുന്നത്. ശരീരസ്രവങ്ങള്, ടിഷ്യൂസ്, ബ്ലഡ്, യൂറിന്, സെൽസ്, സിറം, ഇതൊക്കെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് ഡിസീസ് എന്ന് പറയുന്നു. പേജ് നമ്പർ എത്രയാ? 18 ആണോ നോക്കി നിങ്ങളുടെ ടെക്സ്റ്റില്? ഒന്ന് ഇട്ട് കൊടുത്ത ആരെങ്കിലും. പേജ് നമ്പർ എത്രയാ? 17. ഓക്കെ. അപ്പൊ അതിന് വരുന്നതാണ്, ക്ലിനിക്കൽ പത്തോളജിയിൽ വരുന്നതാണ് ഹെമറ്റോളജി. ഹെമറ്റോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ബ്ലഡ്. ഞാൻ പറഞ്ഞു അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. ഹെമറ്റോളജിയുടെ നേരെ ബ്ലഡ് എന്ന് എഴുതി വെച്ചാൽ മതി. സ്റ്റഡി ഓഫ് ബ്ലഡ്. എന്താ ചെയ്യുന്നേ? നമ്മുടെ ബ്ലഡ് പരിശോധിക്കുക, ബ്ലഡ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. ഹിസ്റ്റോപത്തോളജി. ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ ഓഫ് ബോഡി ടിഷ്യൂസ് ആണ്. അവിടെ എഴുതി വെച്ചോ, ബോഡി ടിഷ്യൂസ്, നമ്മുടെ ശരീരകലകള്, ബോഡി ടിഷ്യൂസ് പരിശോധനയ്ക്ക് വിധേയമായിട്ട് എന്താണ് ഡിസീസ് എന്ന് കണ്ടുപിടിക്കുന്നു. അടുത്തതാണ് സൈറ്റോളജി. സൈറ്റോളജി എന്താ? സ്റ്റഡി ഓഫ് സെൽസ്. സൈറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റഡി ഓഫ് സെൽസ് ആണ് സൈറ്റോളജി. എന്താ? നമ്മുടെ സെൽസ്, നമ്മുടെ കോശങ്ങൾ, സെൽസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തുന്നു. ഇനി അടുത്തതാണ് റുട്ടീൻ പത്തോളജി. റുട്ടീൻ പത്തോളജി. റുട്ടീൻ പത്തോളജി എന്ന് പറഞ്ഞാൽ ഇസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ്. ഒരു കൂട്ടം ടെസ്റ്റുകളാണ്. ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ എന്തിനു വേണ്ടിയാ? ദാറ്റ് ഹെൽപ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. രോഗങ്ങൾ എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാനും ഡിസീസിന്റെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നടത്തുന്ന ഒരു കൂട്ടം ടെസ്റ്റുകളെ ആണ് റുട്ടീൻ പത്തോളജി എന്ന് പറയുന്നത്. എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ഹെൽപ്പ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. സ്റ്റാർട്ട് ചെയ്തോളൂ കാര്യം. ഇപ്പൊ തുടങ്ങിയുള്ളൂ നമ്മള്. ആദ്യത്തെ 3 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നുള്ളൂ. ദെൻ 4ാമത്തെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റുട്ടീൻ പത്തോളജി. റുട്ടീൻ പത്തോളജി ഇസ് എ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ദാറ്റ് ഹെൽപ്പ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. ദാറ്റ് ഹെൽപ്പ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ് ഡിസീസ്. 2ാമത്തെയാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി. ആ പേരിൽ നിന്ന് തന്നെ അറിയാം. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുന്നതിനും ട്രീറ്റ്മെന്റിനും അത് എന്താ നമ്മുടെ സൂക്ഷ്മാണുക്കൾ, മൈക്രോബ്സ്, സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനം ഉൾപ്പെടുന്ന ശാസ്ത്രമാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് മൈക്രോബ്സ് ടു ഡയഗ്നോസ് and treat and prevent disease, infectious disease. അപ്പൊ മൈക്രോബ്സുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികള്, സബ്ക്രികളെ കുറിച്ചുള്ള പഠനം, ഇതിലാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത്. മൈക്രോബ്സ്
അതെന്നറിയാലോ, മൈക്രോബ് സൂക്ഷ്മജീവികള് നമ്മുടെ ശരീരത്തില് നമുക്ക് എന്തൊക്കെയാണ് രോഗങ്ങൾ എന്ന് കണ്ടുപിടിക്കാൻ, ട്രീറ്റ്മെന്റിന്, രോഗങ്ങള് ഇൻഫെക്ഷസ് ഡിസീസുകളൊക്കെ തടയാൻ വേണ്ടിയിട്ട് സൂക്ഷ്മാണുക്കളെ കുറിച്ച് ഉള്ള പഠനം, നമ്മുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നതാണ് ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയയെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അവിടെ നേരെ എഴുതി വെച്ചോട്ടോ, സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയോളജി. സ്റ്റഡി ഓഫ് ബാക്ടീരിയ ആണ് ബാക്ടീരിയോളജി. ദെൻ മൈക്കോബാക്ടീരിയോളജി. മൈക്കോബാക്ടീരിയോളജി അവിടെ സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ഒരു ബാക്ടീരിയയുടെ ഒരു ജീനസിൽപ്പെട്ട മൈക്കോബാക്ടീരിയം, അതിനെ കുറിച്ചുള്ള പഠനമാണ് ദ സ്റ്റഡി ഓഫ് ദ ബാക്ടീരിയ ഓഫ് ദ ജീനസ് മൈക്കോബാക്ടീരിയം. ബാക്ടീരിയയുടെ ഒരു ജീനസിൽപ്പെട്ട മൈക്കോബാക്ടീരിയത്തെ കുറിച്ചുള്ള പഠനം മൈക്കോബാക്ടീരിയം. MYCOBACTERIUM മൈക്കോബാക്ടീരിയം. സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയം, ഇതാണ് മൈക്കോബാക്ടീരിയോളജി എന്ന് പറയുന്നത്. ദെൻ വൈറോളജി. വൈറോളജി എന്താ? സ്റ്റഡി ഓഫ് വൈറസസ്, അല്ലെ? വൈറസുകളെ കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് വൈറസസ്. ദെൻ അടുത്തത് മൈക്കോളജി. മൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഫംഗി. ഫംഗസുകളില്ലേ, ഫംഗി പ്ലൂരൽ ഫോം ആണ് കേട്ടോ. ഫംഗസ് എന്ന് പറഞ്ഞ വേർഡിന്റെ പ്ലൂരൽ ഫോം ആണ് ഫംഗി, FUNGI. ഓക്കെ, കേൾക്കാൻ പറ്റല്ലേ? അതിന്റെ നേരെ ഒന്ന് എഴുതി വെച്ചേ, മൈക്കോളജി സ്റ്റഡി ഓഫ് ഫംഗി, FUNGI ഫംഗി. ബാക്ടീരിയോളജിയുടെ നേരെ എഴുതി വെക്കുക, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. Then മൈക്കോബാക്ടീരിയോളജി എന്താണ്? സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ദ ജീനസ് മൈക്കോബാക്ടീരിയം. സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയ ആണ് മൈക്കോബാക്ടീരിയോളജി. അതിൽ നിന്ന് തന്നെ ഉണ്ട്, ആ വേദിയിൽ തന്നെ ഉണ്ട് കേട്ടോ. Then വൈറോളജി സ്റ്റഡി ഓഫ് വൈറസസ്. Then മൈക്കോളജി സ്റ്റഡി ഓഫ് ഫംഗി, FUNGI ഫംഗി. മൈക്കോളജി is the study of fungi. Then അടുത്തതാണ് പാരാസൈറ്റോളജി. പാരാസൈറ്റോളജി is the study of parasite. Parasite, PARASITE, study of parasite ആണ് പാരാസൈറ്റോളജി, study of parasite. Then അടുത്തതാണ് immunology. Immunology is the study of body's immune system. നമ്മുടെ immune system, immunity അതന്നെ. Immunity, നമ്മുടെ കുട്ടി ഇവിടെ ഇട്ടേണ്ട immunity, study of the body's immune system, my immunology. The last ആണ് serology, the study of blood serum. നമ്മുടെ ബ്ലഡിന്റെ serum, 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 the clear liquid part of the blood. Parasitology എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് പാരസൈറ്റ്. പാരസൈറ്റുകളെ കുറിച്ചുള്ള പഠനം പാരസൈറ്റ്സ്. മോസ്കിറ്റോ, ലീച്ചസ്, വോംസ്, ഇതൊക്കെ മറ്റൊരു ജീവിയില് കയറി. ഇപ്പൊ മോസ്കിറ്റോ ഒക്കെ എന്താ ചെയ്യണേ? നമ്മുടെ ശരീരത്തില് വന്നിരുന്ന് നമ്മുടെ ബ്ലഡ് അല്ലേ എന്താ വലിച്ചു കുടിക്കുന്നത്? പാരസൈറ്റുകളാണ്. വോംസ്, മോസ്കിറ്റോ, ലീച്ച്, ഇങ്ങനെയുള്ള ഇതിനെ കുറിച്ചുള്ള പഠനം പാരസൈറ്റോളജി. ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം. അങ്ങനെ എഴുതിയാൽ മതി, ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് എഴുതി വെച്ചാൽ മതി. ഇമ്മ്യൂൺ സിസ്റ്റം. സെറോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. സെറം, SERUM. സെറം എന്താ? നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്. ദ ക്ലിയർ ലിക്വിഡ് പാർട്ട് ഓഫ് ദ ബ്ലഡ്, സെറം. ഓക്കെ, ക്ലിയർ അല്ലേ? മൈക്കോളജി. മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗി, FUNGI. അത് ഫംഗസിന്റെ പ്ലൂരൽ ഫോം ആണ്. The plural form of the word fungus. അതിന്റെ പ്ലൂരൽ ഫോം ആണ് ഫംഗി എന്ന് പറയുന്നത്, FUNGI. ഈ ഫംഗസ് എന്ന് എഴുതിയാലും മതി. നിങ്ങൾക്ക് അത് സ്റ്റഡി ഓഫ് ഫംഗി ഈസ് കോൾഡ് ഡാഷ് അങ്ങനെ ചോദിക്കാന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്ലിനിക്കൽ മൈക്രോ ബയോളജി എന്ന് പറഞ്ഞാൽ മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ്.
സൂക്ഷ്മജീവികളില്ലേ, നമ്മുടെ രോഗങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നതിനും നമ്മുടെ ട്രീറ്റ്മെന്റിനും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻഫെക്ഷസ് ഡിസീസ് ഇതിനെയൊക്കെ തടയുന്നതിനും സൂക്ഷ്മാണുക്കളെ കുറിച്ചുള്ള പഠനം, മൈക്രോബ്സിനെ കുറിച്ചുള്ള പഠനമാണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറയുന്നത് കേട്ടോ. മൈക്രോബ്സ്, സൂക്ഷ്മജീവികള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെയുള്ള സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്, ക്ലിനിക്കൽ മൈക്രോബയോളജി. ക്ലിയർ ആണോ നോക്കിയേ? ജസ്റ്റ് ഇപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ സ്റ്റഡി ഓഫ് ബാക്ടീരിയ ഈസ് കോൾഡ് ഡാഷ് അങ്ങനെ ചോദിക്കാം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ഷോർട്ട് ചെയ്ത് എഴുതി വെച്ചാണ്. ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്കോബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. മൈക്കോബാക്ടീരിയം, സ്റ്റഡി ഓഫ് ദ ആ ഒരു ബാക്ടീരിയയുടെ ഒരു ജീനാണ്, ഒരു ജീനസിൽ പെട്ടതാണ് മൈക്കോബാക്ടീരിയ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള പഠനം സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയ, സ്റ്റഡി ഓഫ് മൈക്കോബാക്ടീരിയം. Then virology, study of virus. Mycology, study of fungi, ഫംഗസുകള്. Parasitology, study of parasite. Immunology, study of body immune system. Study of body's immune system. Then serology, study of blood cell. കിട്ടിയോ? അത് അവിടെ തന്നെ എഴുതിയാൽ മതി, ആ ടെക്സ്റ്റിൽ തന്നെ അതിൽ നേരെ ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, എല്ലാരും ആയില്ലേ നോക്കിയേ? ഹെമറ്റോളജിയിലെ ബ്ലഡ് എന്ന് എഴുതി, സ്റ്റഡി ഓഫ് ബ്ലഡ്. ഹിസ്റ്റോപതോളജിയുടെ നേരെ എന്താ എഴുതി? ബോഡി ടിഷ്യൂസ് ആണ്, ബോഡി ടിഷ്യൂസ്. എക്സാമിനിങ് ബോഡി ടിഷ്യൂസ് ആണ്. നമ്മുടെ ശരീര കലകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് എന്താണ് രോഗം എന്ന് കണ്ടെത്തും. സൈറ്റോളജി, സ്റ്റഡി ഓഫ് സെല്ല്. റുട്ടീൻ പതോളജി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അതായത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ ഇതുപോലെ എന്താണെന്ന് കണ്ടെത്താനും ചികിത്സിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ശരീരദ്രവങ്ങളിലും നമ്മുടെ ടിഷ്യൂസ് കലകളിലും ഒക്കെ നടത്തുന്ന വിവിധ തരത്തിലുള്ള ബയോകെമിക്കൽ പരിശോധനകള് ആണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോ ആ ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ കീഴിൽ വരുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസും ഹോർമോണൽ അസീസും. അത് രണ്ടും നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ കീഴിൽ വരുന്ന ഏതാണെന്നോട് നോക്കാം. അതിന്റെ കീഴില് വരുന്നത് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് മെത്തേഡ് ഓഫ് ഡിറ്റക്ടിങ് ആൻഡ് മെഷറിംഗ് ദ ലെവൽ ഓഫ് വേരിയസ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി, ദാറ്റ് ഈസ് ദ എൻസൈംസ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്. അപ്പൊ അതേക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള സബ്സ്റ്റൻസ്, വേരിയസ് സബ്സ്റ്റൻസ് ലൈക്ക് പ്രോട്ടീൻ ഉണ്ട്, അതുപോലെ ലിപ്പിഡ്സ് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്, ഇതിന്റെ ലെവല് നോക്കുന്നത്. നമ്മൾ ഓരോ ടെസ്റ്റുകൾ ചെയ്യില്ലേ, എൻസൈംസ്, അതേക്കുറിച്ചൊക്കെ ഉള്ള ലെവൽ ഓഫ് വേരിയസ് സബ്സ്റ്റൻസ്. നമ്മുടെ ശരീരത്തിലെ പല സബ്സ്റ്റൻസുകൾ, അതിൽ എൻസൈം ആവാം, പ്രോട്ടീൻ ആവാം, ലിപ്പിഡ്സ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, അങ്ങനെ പല സബ്സ്റ്റൻസ് അതിന്റെ ലെവല് മെഷർ ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് ഹോർമോണൽ അസീസ് എന്ന് പറയുന്നത്. ഹോർമോണൽ അസീസ് എന്താണ് നമ്മൾ നോക്കുന്നത്? സ്റ്റഡി മെഷർ ദ ലെവൽ ഓഫ് ഹോർമോൺ, ഹോർമോണിന്റെ ലെവല് നോക്കുകയാണ്. ഇസ് എ മെത്തേഡ് ടു മെഷർ ദ ലെവൽ ഓഫ് ഹോർമോൺ ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഹോർമോൺസ്, ഹോർമോണിന്റെ ലെവല് നോക്കുക. ഓക്കെ, അത്രയാണ് ആ ടേബിളിൽ ഉള്ളത്. അപ്പൊ അതിനകത്തുനിന്ന് ആ ടേബിളില് നിങ്ങൾ ഓരോന്നിന്റെ സ്റ്റഡി ഏതാന്ന് അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ക്ലിനിക്കൽ മൈക്രോബയോളജിയുടെ കീഴിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ പതോളജിയുടെ കീഴിൽ വരുന്നത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. ബാക്ടീരിയോളജി, മൈക്രോബാക്ടീരിയോളജി, വൈറോളജി, മൈക്കോളജി, പാരാസൈറ്റോളജി, ഇമ്മ്യൂണോളജി, സെറോളജി. ഇനി ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിൽ രണ്ടെണ്ണം ഉണ്ട്. ബയോകെമിക്കൽ അനാലിസിസും ഉണ്ട്, ഹോർമോണൽ അസീസും ഉണ്ട്. ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള പല സബ്സ്റ്റൻസുകള് അതിന്റെ ലെവല് മെഷർ ചെയ്യുക. എൻസൈംസ് ആവാം, കാർബോഹൈഡ്രേറ്റ് ആവാം, പ്രോട്ടീൻസ് ആവാം, ലിപ്പിഡ്സ് ആവാം, അങ്ങനെ പല സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസിന്റെ ലെവല് മെഷർ ചെയ്യുന്നതാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്.
രണ്ടാമത്തെയാണ് ഹോർമോണൽ അസിസ് എന്ന് പറയുന്നത്. ഹോർമോണൽ അസിസ് എന്ന് പറഞ്ഞാൽ എന്താ? മെഷർ ദ ലെവൽ ഓഫ് ഹോർമോൺ. നമ്മുടെ ഹോർമോണിന്റെ ലെവൽ മെഷർ ചെയ്യുന്നതാണ്. ഇനി അടുത്തത് ഒരു ടേബിൾ ആണ്, ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ തന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇവിടെ തന്നേക്കുന്നത് ഒരു പൊസിഷൻ ഉണ്ട്. ഫസ്റ്റ് കോളത്തില് പൊസിഷനും, രണ്ടാമത്തേല് എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും, മൂന്നാമത്തേല് റെസ്പോൺസിബിലിറ്റീസും ആണ് അവിടെ തന്നേക്കുന്നത്. പൊസിഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ നോക്കിയേ, ഒന്നാമത്തെ പൊസിഷൻ ആണ് കേട്ടോ അവിടെ പറയുന്നത്. പൊസിഷൻ, എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, റെസ്പോൺസിബിലിറ്റീസ്. ലബോറട്ടറി ഡയറക്ടർ ആണ് ഇനി. ലബോറട്ടറി ഡയറക്ടർ അദ്ദേഹം. അപ്പൊ ഇതിനകത്ത് ഈ ടേബിളിൽ നിങ്ങൾ പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിച്ചാൽ മതി. പൊസിഷൻ എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതായത് ഇവിടെ പൊസിഷനും പഠിക്കണം, അത് ആ ഒരു പൊസിഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റീസും എന്താണെന്ന് പഠിക്കാം. ക്ലിയർ ആയോ പറഞ്ഞത്? ആ ഹൈറാർക്കി, ആ ടേബിളില് പൊസിഷൻ പഠിക്കണം, റെസ്പോൺസിബിലിറ്റീസും പഠിക്കണം. ക്ലിയർ ആണോ? യെസ്. എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നാമത്തെയാണ് ലബോറട്ടറി ഡയറക്ടർ. ആരാണ്? ലബോറട്ടറി ഡയറക്ടർ. ലബോറട്ടറി ഡയറക്ടർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്താ നോക്കിയേ? ഡോക്ടോറിയൽ ഡിഗ്രി, MD, PhD, sometimes a medical laboratory scientist or the board certification recommended. Board certification recommend ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആകാം. അദ്ദേഹത്തിന് ഒരു ഡോക്ടോറിയൽ ഡിഗ്രി വേണം. ഡോക്ടോറിയൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രി ആണ്. യൂണിവേഴ്സിറ്റീസ് ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ഹയസ്റ്റ് അക്കാദമിക് ഡിഗ്രി ആണ് ഡോക്ടോറിയൽ ഡിഗ്രി. ദാറ്റ് ഈസ് ഏതാ? MD, PhD. അപ്പൊ ലബോറട്ടറി ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഡോക്ടോറിയൽ ഡിഗ്രി ആണ്. ഒന്നില്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആകാം. ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി. എന്താണ് വിഷ്ണു? സ്ക്രീൻ പോയിന്നാണോ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാകാം. ഞാൻ ഒന്നോടെ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. അത് കുറച്ച് സമയം കഴിയുമ്പോ സ്ക്രീൻ പിന്നെ പോവുകയാണ്. ഇപ്പൊ നോക്കിയാണോ നോക്കിയോട്ടെ നിങ്ങള്. കുറച്ചു നേരത്തേക്ക് കിട്ടും. നോക്കിയേ, ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? ലബോറട്ടറി ഡയറക്ടർ അദ്ദേഹം ചെയ്യേണ്ടത് എന്താന്ന് നോക്കി? കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ദ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുർ ക്വാളിറ്റി പേഷ്യന്റ് കെയർ. കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ. ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ആരാണ്? ലബോറട്ടറി ഡയറക്ടറാണ്. കൺട്രോൾസ് and manage all lab operations and ensure ഉറപ്പുവരുത്തുക quality patient care. ഗുണനിലവാരമുള്ള ഒരു രോഗി പരിചരണം ഉറപ്പുവരുത്തണം. and ensure quality patient care. എന്നിട്ട് ഗുണനിലവാരമുള്ള ഒരു പരിചരണം ഉറപ്പുവരുത്തണം. control and manage all lab operations and ensure quality patient care. അപ്പൊ അതിനകത്ത് ഇവിടെ ചോദിക്കാം, ഹു കൺട്രോൾസ് ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ. ആരെന്ന് എഴുതും നമ്മള്? ലബോറട്ടറി ഡയറക്ടർ എന്ന് എഴുതണം കേട്ടോ. എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഇങ്ങനെ വിത്ത് കൺസൾട്ടിംഗ് പതോളജിസ്റ്റ്. പതോളജിസ്റ്റുമായിട്ട് ആലോചിച്ച് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നിങ്ങൾ ഇത്രയും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻസ്. ആരാണ്? ലബോറട്ടറി ഡയറക്ടർ. ആ ഹൈറാർക്കിയില് ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആരാന്ന് ചോദിക്കും. ആരാ? ലബോറട്ടറി ഡയറക്ടർ. ഓക്കെ, ലബോറട്ടറിയില് നമ്മള് ആ ഒരു പൊസിഷനും അതിന്റെ റെസ്പോൺസിബിലിറ്റീസും എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങും കൊടുത്തേക്കുന്നത്. അപ്പൊ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ ആര് നിൽക്കുന്നത്? ലബോറട്ടറി ഡയറക്ടർ ആണ്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ? കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ. ക്ലിയർ ആയോ പറഞ്ഞത്? രണ്ടാമത്തെയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ടെക്നിക്കൽ സൂപ്പർവൈസർ നോക്കിയേ, ഡോക്ടോറിയൽ ഡിഗ്രി ആണ്. ദാറ്റ് ഈസ് MD or PhD. MD or PhD ഡോക്ടോറിയൽ ഡിഗ്രി ആണ് ടെക്നിക്കൽ സൂപ്പർവൈസറിന്. മേ ബി മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലർ ഡിഗ്രി എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. എന്താ? ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മാസ്റ്റർ ഡിഗ്രിയോ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രിയോ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരിക്കണം. MD or PhD. കണ്ടോ?
ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ ഡിഗ്രി ഏതാ? ഡോക്ടറേറ്റ് ഡിഗ്രി, ദാറ്റ് ഈസ് MD അല്ലെങ്കിൽ PhD രണ്ടും വേണമെന്നില്ല. MD or PhD. Maybe masters of bachelor degree experience with the board certification. Technical supervisor എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. റെസ്പോൺസിബിലിറ്റി എന്താ? Provide supervision of technical and the scientific function of the lab. Technical scientific functions അതിന്റെ supervision. Provides supervision of technical and the scientific functions of the lab. ലാബിലെ പ്രവർത്തനങ്ങളുടെ സൂപ്പർവിഷൻ. ആ പേരിൽ തന്നെ എഴുതാലോ. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്താ ചെയ്യണ്ടേ? എന്താണ് റെസ്പോൺസിബിലിറ്റി? പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. അപ്പൊ റെസ്പോൺസിബിലിറ്റി തന്നിട്ട് ആർക്കറിയാന്ന് ചോദിച്ചു എഴുതാലോ. ഓക്കെ ആണോ? ലബോറട്ടറി ഡയറക്ടർ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ. എല്ലാ ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നത് ലബോറട്ടറി ഡയറക്ടർ. രണ്ടാമത്തെ ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. ദെൻ അടുത്തത് മൂന്നാമത്തെയാണ് ജനറൽ സൂപ്പർവൈസർ. ജനറൽ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേ. അതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കിയേ. മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ആ സെയിം പേഴ്സൺ ആകാം ഡിപെൻഡിംഗ് ഓൺ ദ ലാബ് എക്സ്പീരിയൻസ്. MLS, MT or MLT may qualify. അത് മൂന്നെണ്ണത്തിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് എഴുതി വെച്ചു. നിങ്ങളുടെ ആ ടെക്സ്റ്റിന്റെ മുകളിൽ സ്ഥലം ഉണ്ടല്ലോ, അവിടെ തന്നെ എഴുതിക്കോട്ടോ. MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, MLS. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. ദെൻ MT എന്ന് പറഞ്ഞാലോ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. ഓർ MLT എന്ന് പറഞ്ഞാലോ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ may qualify. ഇനി ആ ജനറൽ സൂപ്പർവൈസർ എന്താ ചെയ്യണ്ടേ? പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ജനറൽ ആണ്. അപ്പൊ എന്താ? ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിലെ എല്ലാ ദിവസേനയുള്ള പ്രവർത്തനങ്ങളില്ലേ അതിന്റെ സൂപ്പർവിഷൻ. Provide the supervision of day-to-day functions of the lab. ലാബിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ സൂപ്പർവിഷൻ നടത്തുന്നു ജനറൽ സൂപ്പർവൈസർ. ഓക്കെ, ഈ ടെക്നിക്കൽ സൂപ്പർവൈസർ നോക്കിയേ. പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ. ആ പേരുണ്ട്, ഇനി മാറിപ്പോകോ? പ്രശ്നമില്ലല്ലോ അല്ലെ? Provide the supervision of technical and scientific function. അതിന്റെ സൂപ്പർവിഷൻ ടെക്നിക്കൽ സൂപ്പർവൈസർ. ഇനി ഡേ ടു ഡേ ഫംഗ്ഷൻ അതിന്റെ സൂപ്പർവിഷൻ ആരാണ്? ജനറൽ സൂപ്പർവൈസർ. Then അടുത്തതാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT. എന്താ അദ്ദേഹത്തിന്റെ നോക്കിയേ? അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ. MLTയുടെ പറയണോ? മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ടി എന്ന് പറഞ്ഞ ടെക്നീഷ്യൻ ആണ് കേട്ടോ. ടെക്നീഷ്യൻ. 2 MLT പ്ലസ് 2 MLT ആയിരുന്നു എന്ന്. ഓക്കെ ടെക്സ്റ്റ് ഉണ്ടല്ലോ അല്ലെ? ഒന്ന് എടുത്തു വെച്ചാലേട്ടോ പിള്ളേരെ ടെക്സ്റ്റ് കൂടി. ഇത് സ്ക്രീൻ ഷെയർ ചെയ്ത ഒരു 5 മിനിറ്റ് ഒക്കെ നിൽക്കണോളൂ. അത് കഴിഞ്ഞ പിന്നെയും പോവുക. ഓക്കെ, ഇനി മെഡിക്കൽ MLS ആണോ? പറയാലോ, മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MLS മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. കിട്ടിയില്ല എല്ലാവർക്കും? MLS എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. MT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ടെക്നോളജിസ്റ്റ്. TECHNOLOGIST ടെക്നോളജിസ്റ്റ്. Then MLT എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞേ? എന്ത് ചെയ്യണ്ടേ? പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിലെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ സൂപ്പർവിഷൻ. ഇനി അടുത്തതാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, MLT.
മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ നോക്കിയേ, അദ്ദേഹം അസോസിയേറ്റ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT or certificate program, licensure or certification may be required by the employee. അതായത് എംപ്ലോയീസ്, അതായത് ലൈസൻസ് സർട്ടിഫിക്കേഷൻ അദ്ദേഹത്തിന് MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസ് കിട്ടിയ ആളായിരിക്കണം. MLT കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ലൈസൻസ് കിട്ടിയ ആളായിരിക്കണം. ലൈസൻസ് സർട്ടിഫിക്കേഷൻ ആവശ്യമായിട്ട് വന്നേക്കാം അദ്ദേഹത്തിന്റെ ആ ഡിഗ്രി. അദ്ദേഹം എന്താ ചെയ്യുന്നതൊക്കെ, പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് MLS MT. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത്. MLS-ന്റെയോ MT-യുടെയോ സൂപ്പർവിഷനില്, മേൽനോട്ടത്തില് എന്ത് ചെയ്യുന്നു, പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ. ടെസ്റ്റുകളില് പതിവ് പരിശോധന നടത്തുവാണ് അദ്ദേഹം. ഗുണനിലവാര നിയന്ത്രണം. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ ഓഫ് MLS or MT. ഫ്ലിബിറ്റോമിസ്റ്റ് നോക്കിയേ, അടുത്തത് ഫ്ലിബിറ്റോമിസ്റ്റ് PBT. ഇവിടെയും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. എക്സ്പാൻഡ് PBT എന്ന് പറഞ്ഞാൽ ഫ്ലിബിറ്റോമിസ്റ്റ് ആണ്. ഫ്ലിബിറ്റോമിസ്റ്റ് അദ്ദേഹത്തിന്റെ വലിയ ഡിഗ്രി ഒന്നും വേണ്ട. നോക്കിയേ, ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ആൻഡ് വർക്ക് എക്സ്പീരിയൻസ്. ഹൈസ്കൂൾ ഡിഗ്രിയും ട്രെയിനിങ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഉണ്ടായാൽ മതി. അദ്ദേഹം എന്താ ചെയ്യണ്ടേ, gather blood sample from patients for lab test. ലാബ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിൾ പേഷ്യൻസിൽ നിന്നും ശേഖരിക്കുന്നു. gather blood sample from patients for the lab test. ലാബ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ പേഷ്യൻസിൽ നിന്നും സ്വീകരിക്കുന്നു, ഗ്യാദർ ചെയ്യുന്നു. gather blood sample from patients for lab test. ലാബ് ടെസ്റ്റിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിളുകൾ പേഷ്യൻസിൽ നിന്നും ഗ്യാദർ ചെയ്യുന്നു, ശേഖരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ടേബിളിൽ ഉള്ളത് കേട്ടോ. ലബോറട്ടറി ഡയറക്ടർ അദ്ദേഹം എന്ത് ചെയ്യുന്നു, കൺട്രോൾ ആൻഡ് മാനേജ് ഓൾ ലാബ് ഓപ്പറേഷൻ. ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ദ സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. Provide the supervision of technical and scientific function of the lab. General supervisor എന്ന് വെച്ചാൽ provide the supervision of day-to-day functions of the lab. Provide the supervision of day-to-day function of the lab. Medical laboratory technician എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം എന്താ ചെയ്യുന്നേ, perform customary test and quality control test on test under supervision of MLS MT. ഫ്ലിബോട്ടോമിസ്റ്റ് ആണെങ്കിൽ ബ്ലഡ് സാമ്പിൾ, അവിടെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. Who gathered blood sample from patients for lab test. ലാബ് ടെസ്റ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ബ്ലഡ് സാമ്പിൾ ഗ്യാദർ ചെയ്യുന്ന ശേഖരിക്കുന്നത് ആരാണ്, ഫ്ലിബോട്ടോമിസ്റ്റ്. PBT ആണ് കേട്ടോ ഫ്ലിബോട്ടോമിസ്റ്റ്. gathers blood sample from patients for the lab test. ക്ലിയർ ആണോ? അത് നിങ്ങൾ ആ ടേബിള് അവിടെ ഇത്രയും നോക്കി ടിക്കിട്ട് വയ്ക്കുക. പൊസിഷൻ, അതിന്റെ റെസ്പോൺസിബിലിറ്റി, അത് രണ്ടും പഠിച്ചാൽ മതി കേട്ടോ. ഹൈറാർക്കിയിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ലബോറട്ടറി ഡയറക്ടറും. അത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. എക്സ്പാൻഡഡ് ഫോംസ് ഉള്ളത് അതും നോക്കി വെക്കണം. MLS MT MLT. ഇനി അടുത്ത് നോക്കിയേ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങള്. എന്തൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ. Infrastructure of the laboratory changes with the needs of the clinical research or service provided by the laboratory, but the basic need should meet the regulatory and international standard. Infrastructure of the laboratory changes with the needs of clinical research or service provided by the laboratory. അതിന്റെ laboratoryയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറഞ്ഞത് എങ്ങനെയായിരിക്കണം, നിയന്ത്രിതമായിട്ടുള്ള മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര നിലവാരങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇൻഫ്രാസ്ട്രക്ചർ. അല്ലാതെ ലാബിന്റെ അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ അത് തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടില്ല. എങ്ങനെയായിരിക്കണം, ലബോറട്ടറിയുടെ ആ എന്താണ് നമ്മൾ പറയില്ലേ, ലബോറട്ടറി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ സർവീസ് ഇല്ലേ,
അതിന്റെ ആവശ്യകതകൾ അതിനനുസരിച്ചുള്ളതായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ബേസിക് നീഡ് ഷുഡ് ബി മെറ്റ്. അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കണം? അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണ മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വേണമെന്ന് ആ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കാനായിട്ട്. അടിസ്ഥാന സൗകര്യം, രണ്ട് കാര്യം അവിടെ പറഞ്ഞേക്കണേ. രണ്ട് കാര്യം ഏതൊക്കെയാ? ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കും, എങ്ങനെ അനുസരിച്ച്? നീഡ്സ് ഓഫ് ക്ലിനിക്കൽ റിസർച്ച് ഓർ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ ലബോറട്ടറി. അതായത് ഇപ്പൊ എല്ലാ ലാബിലും എല്ലാ സർവീസും ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ചില ലാബിൽ ചെന്ന ചില ടെസ്റ്റുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ലാബ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഏതാണോ അതിനനുസരിച്ച് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാറ്റം വരും. ശരിയല്ലേ? ഏത് തരത്തിലുള്ള ടെസ്റ്റുകളാണ് ചെയ്യണേന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ മതിയാകും അവിടെ. അപ്പൊ അതവിടെ പറഞ്ഞേക്കണേ കേട്ടോ. ലാബ് നൽകുന്ന സർവീസ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്ന ക്ലിനിക്കൽ സർവീസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ച് അത് മാറുന്നുണ്ട്. ബട്ട് ദ ബേസിക് നീഡ്സ് എന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കണം? ഷുഡ് മീറ്റ് ദ റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. നിയന്ത്രണ മാനദണ്ഡങ്ങളും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും ഒരുപോലെ പാലിക്കുന്നതായിരിക്കണം. Infrastructure of the laboratory directly affect the quality of research data, efficiency and the safety of laboratory workers. Infrastructure of the laboratory, ഒരു laboratoryയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തിനെ അഫക്ട് ചെയ്യും? ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ അതിന്റെ ക്വാളിറ്റി, ഗുണനിലവാരം, എഫിഷ്യൻസി അതിന്റെ കാര്യക്ഷമത, സേഫ്റ്റി സുരക്ഷ ഓഫ് ദ ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റി, എഫിഷ്യൻസി, ക്വാളിറ്റി ഓഫ് റിസർച്ച് ഡേറ്റ ഇതൊക്കെ അഫക്ട് ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പൊ നമുക്കറിയാം നല്ല ലാബില് നല്ല സൗകര്യങ്ങൾ അതിലുള്ള ലാബിലാണെങ്കിൽ അതിനനുസരിച്ചുള്ള എന്താ പറയാ ആ ഒരു ഇത് എപ്പോഴും കാണും അതിന്റെ അല്ലെ ക്വാളിറ്റിയിലും അതിന്റെ കാര്യക്ഷമതയ്ക്കും ലബോറട്ടറി വർക്കേഴ്സിന്റെ സേഫ്റ്റിയിലും ഒക്കെ അത് ഡയറക്ട്ലി അഫക്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്രാസ്ട്രക്ചർ. മനസ്സിലായോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Infrastructure of laboratory directly affect the quality of research data, efficiency and the safety of laboratory workers. The management of the laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory. ഇനി നോക്കിയേ, ഈ മാനേജ്മെന്റിന് എന്താ ഉത്തരവാദിത്തമുള്ളത്? The management of the laboratory is responsible for providing sufficient resource to staff. ആ സ്റ്റാഫിന് ആവശ്യത്തിന് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി വെറുതെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ മതിയോ? കുറച്ച് സ്റ്റാഫിനെ നിർത്തിയാൽ മതിയോ? എന്ത് ചെയ്യണം? ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തം എന്താ? സഫിഷ്യന്റ് റിസോഴ്സസ്, അവർക്കത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ കൊടുക്കണം. ആൻഡ് ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ ലബോറട്ടറി. ലബോറട്ടറിയുടെ ആ ഒരു നല്ല കാര്യക്ഷമമായുള്ള പ്രവർത്തനം ഉറപ്പു നൽകുന്നതിന്, ലബോറട്ടറിയുടെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പു നൽകുന്നതിന് എംപ്ലോയിക്ക് മതിയായിട്ടുള്ള വിഭവങ്ങൾ നൽകണം. ക്ലിയർ ആണോ? അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? മാനേജ്മെന്റിന്റെ. മാനേജ്മെന്റ് ഓഫ് ലബോറട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് സഫിഷ്യന്റ് റിസോഴ്സ് ടു സ്റ്റാഫ്. അത്ര മതി. ആവശ്യത്തിന് റിസോഴ്സുകൾ കൊടുക്കണം. എന്തിനു വേണ്ടി? ടു ഗ്യാരണ്ടി എഫിഷ്യന്റ് വർക്കിംഗ് ഓഫ് ദ ലബോറട്ടറി. അതായത് ലാബ് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ, നല്ല കാര്യക്ഷമമായ പ്രവർത്തനം ഉറപ്പു നൽകുന്നതിന് സ്റ്റാഫിന് ആവശ്യത്തിന് റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് പറഞ്ഞേ? മാനേജ്മെന്റിന്റെ. ലബോറട്ടറി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അവിടെ നോക്കിയേ, ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോയിങ്. ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ഈ പറയുന്ന കാര്യങ്ങള് പരിശോധിക്കണം. ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങൾ? നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ഈ പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാ വേണ്ടത്? ലാബില് സൈനേജ് വേണം. സൈൻ ബോർഡുകള്, സൈനേജ്. സ്ക്രീൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ് ഒന്നുകൂടെ ഞാനത് ഷെയർ ചെയ്തിട്ട് ഇതെന്താണോ ഇത് ഞാൻ
ഷെയർ ചെയ്ത് എഴുതുന്നുണ്ട് ഇവിടെ ഞാൻ. ഓക്കെ ആണോ? നേരത്തേക്ക് നിൽക്കുമായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ ഇങ്ങനെ നോക്ക്. അപ്പൊ ഒരു നല്ലൊരു ലബോറട്ടറി ഡിസൈൻ ഈ പറയുന്ന കാര്യങ്ങള് എന്ത് ചെയ്യണം? അത് പരിശോധിക്കണം. ഒന്നാമത്തെയാണ് സൈനേജ്. നിങ്ങൾ ലാബിൽ പോകുമ്പോൾ സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടോ? സൈനേജ് കണ്ടിട്ടുണ്ടോ? ലാബിന്റെ പുറത്തോ അകത്തൊക്കെ ആയിട്ട് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് രണ്ടും ഉണ്ടാവും. അകത്തും ഉണ്ടാവും, പുറത്തും ഉണ്ടാവും. ചില സൈൻ ബോർഡുകൾ അത് അവൈലബിൾ ആയിരിക്കണം. അതാണ് ആദ്യത്തെ പോയിന്റില്. സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ്. പക്ഷെ ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ഉണ്ട് കേട്ടോ. ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. എന്തൊക്കെ ഫെസിലിറ്റി അവിടെ ഉള്ളത്, എന്തൊക്കെ ഫെസിലിറ്റി അവിടെ ഉള്ളത്, അതിനെ കുറിച്ചുള്ള സൈൻ ബോർഡുകൾ ഉണ്ടായിരിക്കും. കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. ഇനി ആ സൈനേജില് എന്തൊക്കെ വിവരങ്ങളോ ഉള്ളേ, ഇതൊന്നും നോട്ട് ചെയ്തോളാം കേട്ടോ. ലാബിന്റെ സൈനേജില് എന്തൊക്കെ ഇൻഫർമേഷൻസോ ഉള്ളേന്ന്. നെയിം, ലാബിന്റെ പേരില്ലേ, രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. സർവീസ് ഓഫേർഡ്, അവര് ഓഫർ ചെയ്യുന്ന സർവീസ് ഉണ്ട്. സർവീസ് ഓഫേർഡ് എന്തൊക്കെ സർവീസ് ആണ് അല്ലെ? ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ടോ, യൂറിൻ ടെസ്റ്റ് നടത്തുന്നുണ്ടോ, അങ്ങനെ കാണൂല്ലേ ലാബിന്റെ ഫ്രണ്ടില് ഒരു സൈൻ ബോർഡില്. നെയിം എന്ന് പറഞ്ഞാൽ എന്താ ലാബിന്റെ പേരാണ് കേട്ടോ. നെയിം എന്ന് പറഞ്ഞാൽ എന്ത് ലാബാണ്, ലാബിന്റെ പേരാണ് നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ലാബിൽ പോയാലും പറഞ്ഞായിരുന്നോ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോയില്ലായിരുന്നോ? അവിടെ ഞാൻ പോയ ലാബ് മെഡിവിഷനിലാണ്. അപ്പൊ ലാബിന്റെ പേരുണ്ട് അവിടെ ഫ്രണ്ടിൽ തന്നെ, സൈനേജ്. ഇനി നിങ്ങൾ ലാബിൽ ചെല്ലുമ്പോൾ നോക്കണം കേട്ടോ, നെയിം, പേര്. ഞാൻ പോയ ലാബിന്റെ പേര് മെഡിവിഷൻ എന്നാണ് അതിന്റെ പേര്. അവിടെയാണ് ടെസ്റ്റ് ചെയ്തത്. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇന്നലെ ഞാൻ ലീവായിരുന്നു. ഞാൻ ഇവിടെ ഹോസ്പിറ്റലില് ഡോക്ടറെ പോയി കണ്ടു. കാർഡിയോളജിനെയാണ് കണ്ടത്. ചെസ്റ്റ് പെയിനും ഉണ്ടായിരുന്നു, ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. ഇപ്പൊ കുറവുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അപ്പൊ എന്തായാലും ഇങ്ങനെ പറഞ്ഞു ചെന്നതല്ലേ, അപ്പൊ കൊളസ്ട്രോൾ നോക്കി നോർമൽ ആണ്. പിന്നെ ECG ഒന്ന് ചെക്ക് ചെയ്തേക്കാന്ന് പറഞ്ഞു. ECG നോക്കി കഴിഞ്ഞപ്പോ അതിലും പ്രശ്നമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയൊരു നീർക്കെട്ടുണ്ട് ലങ്സിന്, അതുകൊണ്ടാണ് ബാക്ക് പെയിനും ഇതും. അപ്പൊ അതുകൊണ്ട് ഒരു 5 ദിവസത്തേക്ക് ആന്റിബയോട്ടിക് 5 ദിവസത്തേക്കുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. ഞാനിപ്പോ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ കഴിച്ചതിനനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് നമ്മൾ ഫുള്ള് കുത്തിയിരിപ്പല്ലേ. ഇനി അതിന്റെ ആണോ എന്തുകൊണ്ടാണോന്ന് അറിയില്ല. നീർക്കെട്ട് വീണതാണെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും നമ്മുടെ ലാബിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വരെ എത്തിക്കഥ. ഓക്കെ, അപ്പൊ ലാബിന്റെ പേര് ഉണ്ടാകും, പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും, സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സർവീസുകളാണ് ലാബ് ഓഫർ ചെയ്യുന്നത്. വർക്കിംഗ് അവേഴ്സ്, എത്ര മണിക്കൂറാണെന്നില്ലേ ഉണ്ടാകുമല്ലോ. 6:30 to വൈകിട്ട് 6 AM to വൈകിട്ട് 8 PM. അത് ആ ഒരു ടൈം എന്നാലും ആൾക്കാർക്ക് ചെല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അതും സൈൻ ബോർഡിൽ വേണം. കോണ്ടാക്ട് നമ്പർ, പിന്നെ ഫോൺ നമ്പറും ഉണ്ടാവും. ഇനി നമുക്ക് എന്തെങ്കിലും വിളിച്ച് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും. പിന്നെ നോക്കിയാൽ ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസ്. പല ടെസ്റ്റുകൾ അല്ലെങ്കിൽ ലാബ് നൽകുന്ന പല സർവീസ് ഇല്ലേ, അതിനുള്ള ഫീസുകളും ഉണ്ടാകും. ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസസ്. പല ടെസ്റ്റുകൾ അവിടുത്തെ ഇതിനുള്ള ഫീസ് ഉണ്ടാവും. അപ്പൊ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാൽ ലാബിന്റെ സൈൻ ബോർഡില് ഫീസിന്റെ ഒക്കെ ചിലപ്പോ അകത്തായിരിക്കും അല്ലേ. അത് പറഞ്ഞ അകത്തും ഉണ്ടാവും പുറത്തും ഉണ്ടാവും സൈനേജുകൾ. അപ്പൊ നമുക്ക് എന്താണ് ലാബിലെ കാര്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. സൈനേജിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. നെയിം എന്ന് വെച്ചാൽ ലാബിന്റെ പേര് കേട്ടോ. നമ്മുടെ പേരല്ലേ, ലാബിന്റെ പേരാണേ. ലാബിന്റെ പേര്, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് എന്തൊക്കെയാണ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, ഫീസ്, ഓരോ ടെസ്റ്റിനുള്ള ഫീസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് യൂസ് സേഫ്റ്റി സൈനേജ് ആസ് ആപ്ലിക്കബിൾ. അത്യാവശ്യമായിട്ടുള്ള ആരോഗ്യ സുരക്ഷാ നിയന്ത്രണങ്ങള് സേഫ്റ്റി സൈനേജുകൾ ഉപയോഗിക്കണം. ബാധകമാണെങ്കിൽ നമുക്ക് സേഫ്റ്റി സൈനേജുകൾ ഉപയോഗിക്കണം. Essential health and safety regulation use safety signage. അടുത്തതാണ് എമർജൻസി പ്ലാൻ. എമർജൻസി പ്ലാൻ നോക്കിയേ. ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ തുടങ്ങിയ എമർജൻസി പ്ലാൻസ് എന്തുണ്ടായിരിക്കണം, ലാബില് ഉണ്ടായിരിക്കണം.
എമർജൻസി പ്ലാൻ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. ഇപ്പൊ പെട്ടെന്നൊരു ഫയർ വന്ന ഫയർ തീപിടുത്തം ഉണ്ടായാൽ ഡിസാസ്റ്റർ ദുരന്തങ്ങള് അപ്പൊ അതിനുള്ള ഒരു ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു ആസൂത്രണം അങ്ങനെയുള്ളത് ഉണ്ടായിരിക്കണം. കോൺസ്റ്റന്റ് പവർ സപ്ലൈ. ഇനി പവർ ഒന്നും പോകാൻ പാടില്ലല്ലോ, എപ്പോഴും കറണ്ട് ഒക്കെ വേണ്ടേ, ഒരു സ്ഥിരമായിട്ടുള്ള പവർ സപ്ലൈ ലാഭിന് വേണം. കോൺസ്റ്റന്റ് പവർ സപ്ലൈ, സ്ഥിരമായിട്ടുള്ള സപ്ലൈ വേണം. അടുത്തത് വെന്റിലേഷൻ, environment control and lighting arrangements. Ventilation, environment, temperature, humidity ഇങ്ങനെയുള്ള environment control and lighting arrangements ഒക്കെ ലാഭിന് വേണം. നല്ല വെന്റിലേഷൻ വേണം, environment ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി ഒക്കെ കറക്റ്റ് ആയിരിക്കണം, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് വേണം. Then communication facility with the referral centers. ഇനി referral centersമായിട്ടുള്ള communication facility. Communication facility with the referral centers. റെഫറൽ സെന്ററില്ലേ, അതായത് ലാബില് ടെസ്റ്റിനൊക്കെ വേണ്ടി വേറെ അതിന്റെ സബ് ബ്രാഞ്ചുകളില്ലേ, അത് മറ്റ് ബ്രാഞ്ചുകൾ അതാണ് റെഫറൽ സെന്റേഴ്സ് എന്ന് പറയാം. അപ്പൊ അതിനായിട്ട് ഇപ്പൊ ചില ടെസ്റ്റുകൾ ഇവിടെ ചെയ്യാൻ പറ്റൂല, ഇതിന്റെ തന്നെ വേറെ ബ്രാഞ്ചിലേക്ക് അവിടേക്ക് സ്പെസിമെനൊക്കെ അയക്കൂലേ, അപ്പൊ ആ റെഫറൽ സെന്റേഴ്സ് അല്ലെങ്കിൽ മറ്റ് ബ്രാഞ്ചുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വേണം. ക്ലിയർ ആയോ? കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്, മറ്റു ബ്രാഞ്ചുകളിലേക്കുള്ള ഫെസിലിറ്റി വേണം. ഇനി അടുത്ത് നോക്കിയേ, ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ ഓർ സാമ്പിൾ ടു റെഫറൻസ് സെന്റേഴ്സ്. ഇനി ആ റെഫറൻസ് സെന്റേഴ്സിലേക്കുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി, അതിനുള്ള വെഹിക്കിൾസ് കാര്യങ്ങൾ, ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി വേണം. അടുത്തത് ലാബ് ഏരിയ ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻ, റേഡിയോഐസോട്ടോപ്പ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസർ ഷുഡ് ബി കറക്റ്റ്ലി മാർക്ക്ഡ് വിത്ത് പ്രോപ്പർ വാർണിംഗ് സൈൻ. പിന്നെ ലാബ് ഏരിയ ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. കാർസിനോജൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ആണ് കേട്ടോ, അതായത് പല ടെസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഇല്ലേ. പിന്നെ അതുപോലെ റേഡിയോ ഐസോട്ടോപ്പ്, റേഡിയം, യുറേനിയം തുടങ്ങിയ റേഡിയോ ഐസോട്ടോപ്പുകള്, പിന്നെ ബയോഹസാർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങള്, ലേസറുകള്, ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പ്രോപ്പർ വാർണിംഗ് സൈന് അങ്ങനെ തന്നെ വെക്കണം. അല്ലെങ്കിൽ നമ്മളെ ഒക്കെ ഓടിച്ചെന്നൊന്നും എടുക്കാത്ത രീതിയിൽ അത് അങ്ങനെ ആ ലാബ് ഏരിയയില് വ്യക്തമായിട്ട് എഴുതി അത് പ്രോപ്പർ വാർണിംഗ് സൈനും കൂടി മാർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കുമ്പോൾ. പിന്നെ ടു എസ്ക്യൂ ക്രോസ് കണ്ടാമിനേഷൻ. എസ്ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റ് ചെയ്യാന്നുള്ള കേട്ടോ. ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട്, ഒഴിവാക്കുക, പ്രിവെന്റ് ചെയ്യുക, അവോയ്ഡ് എന്ന് പറയും, അവോയ്ഡ്. To avoid the cross contamination, the basic infrastructure facility should have a separated designed area for reception, for specimen collection, for waiting, for work area, disposal area, cleaning of glasswares, toilet facilities for staff and for the patient. ഇനി എന്താ? ക്രോസ് കണ്ടാമിനേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതെന്താ? പ്രത്യേകം ഏരിയകൾ വേണം. Separated designated area for reception. Reception ഒരു സെക്ഷൻ, ഒരു ഏരിയ. Then for specimen collection, specimen കളക്ട് ചെയ്യാനായിട്ട് specimen collection അതിന് വേറൊരു ഏരിയ. specimen collection അതിന് വേറെ ഏരിയ. പിന്നെ അതുപോലെ തന്നെ for working, for waiting ഒരു ഏരിയ, വർക്ക് ഏരിയ വേറെ, ഡിസ്പോസൽ ഇതെങ്ങനെ ഡിസ്പോസ് ചെയ്യാനുള്ള ഏരിയ വേറെ, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ടോയ്ലറ്റിന് വേറെ സെക്ഷൻ, ഫോർ ദ സ്റ്റാഫ് ആൻഡ് ഫോർ പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ വേണ്ടിയുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി. അപ്പൊ അങ്ങനെ പ്രത്യേകം ഏരിയ വേണം ആ ഇൻഫ്രാസ്ട്രക്ചറിൽ, അങ്ങനെ വേണം ഡിസൈൻ ചെയ്യാൻ. എന്തിനു വേണ്ടിയാ? ആ ക്രോസ് കണ്ടാമിനേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു അവോയ്ഡ് ദ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേകം ഏരിയകൾ വേണം. ഇനി അടുത്ത നോക്കിയേ, സ്പെസിമെൻ ഓർ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം, ഇൻക്ലൂഡിംഗ് കോൾഡ് സ്റ്റോറേജ്. wherever applicable, only authorized personnel should have a access to examination area, record keeping area. പിന്നെ ഇനി അതുപോലെ തന്നെ സ്പെസിമെന് അല്ലെങ്കിൽ സാമ്പിള്, ബ്ലഡ്, ഇതങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ എന്താണ്, ഒരു കോൾഡ് സ്റ്റോറേജ് ആപ്ലിക്കബിൾ ആണെന്ന്, അത് വേണമെന്ന്, അതിന് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള കോൾഡ് സ്റ്റോറേജ് ഉൾപ്പെടെയുള്ള ഒരു സ്റ്റോറേജ് ഫെസിലിറ്റി വേണം.
only അതിന് only authorized person, അതിന് അനുമതിയുള്ള സ്റ്റാഫുകൾ മാത്രം അങ്ങോട്ടേക്ക് അസസ് ചെയ്യുക. ടു എക്സാമിൻ ഏരിയ, റെക്കോർഡ് കീപ്പിംഗ് ഏരിയ, ഇതിലേക്ക് അതിന് അനുമതിയുള്ള ആളുകൾ, അതിന് ഉത്തരവാദിത്തമുള്ള ആളുകൾ മാത്രം ആ ഏരിയയിലേക്ക് പോകുക. Only authorized personnel should have access to examination area, record keeping area. ഒന്ന് നോക്കി ഇൻഫ്രാസ്ട്രക്ചർ. ഇതെല്ലാം പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്യാനൊന്നും ഇല്ല. ജസ്റ്റ് എന്തൊക്കെയാന്നുള്ളത് നോക്കി വെക്കാം. ഒന്ന് സൈനേജ് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ എസെൻഷ്യൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് വേണം, എമർജൻസി പ്ലാന്, പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ വേണം, വെന്റിലേഷൻ, എൻവയോൺമെന്റ് കൺട്രോൾ, ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം, റെഫറൻസ് സെന്റേഴ്സിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി, റെഫറൻസ് സെന്റേഴ്സിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, കാർസിനോജൻ, റേഡിയോ ഐസോട്ടോപ്പ്, ബയോഹാസാർഡ്, ലേസേഴ്സ്, ഇതൊക്കെ പ്രത്യേകം ഏരിയയില് പ്രോപ്പർ ആയിട്ട് വാർണിംഗ് സൈന് മാർക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കണം. ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേണം, പ്രത്യേകം ഏരിയകൾ വേണം. പിന്നെ സ്പെസിമെൻ സാമ്പിൾ ഓർ സ്ലൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. ബാധകമായ എല്ലായിടത്തും ഈ കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വേണം. പിന്നെ റെക്കോർഡ് കീപ്പിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയയിലേക്കൊക്കെ ഉള്ളി അതിന് അനുമതിയുള്ള സ്റ്റാഫുകൾ മാത്രം പ്രവേശിക്കണം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണ്. അത് ഒരുപാട് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വായിക്കണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി അതിനകത്ത് ലെവൽസ് ഓഫ് ലബോറട്ടറീസ്, ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കാറുണ്ട്. ഇത് ഒന്നില്ലെങ്കിൽ മൊഡ്യൂൾ എക്സാം നിങ്ങൾക്ക് നടത്തുമ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ മെയിൻ എക്സാമിൽ ചോദിക്കും. ഈ എന്താ പറയാ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആയത്. ഇതിന് ഏതെങ്കിലും ലബോറട്ടറി ഈ സെക്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട് കേട്ടോ. ലെവൽസ് ഓഫ് ലബോറട്ടറി, ലബോറട്ടറിയുടെ പല ലെവലുകള്, തരങ്ങള്. മെഡിക്കൽ ലബോറട്ടറീസ് അക്കോർഡിംഗ് ടു NABL, നാഷണൽ, അതൊന്ന് എഴുതി വെച്ചോട്ടോ അവിടെ. നാഷണൽ ടെക്സ്റ്റ് ഇല്ലേ നിങ്ങളുടെ കയ്യില്? ഞാൻ പറഞ്ഞുതരാം. നാഷണൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞ അക്രഡിറ്റേഷൻ, ACCREDITATION. ഇവിടെ NABL ഈ എന്താണ് എക്സ്പാൻഡഡ് ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ ചിലപ്പോ. മോനിപ്പോ പുറത്താണോ? ശൈല. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. NABL, നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് for testing and national accreditation board for testing and calibration laboratories, testing and calibration, CALIBRATION, calibration laboratories, LABORATORIES, laboratories. National Accreditation Board for Testing and Calibration Laboratories. Medical laboratory according to NABL are divided into 4 as below. നമുക്ക് 4 ആക്കി അവിടെ തിരിക്കാം. According to NABL, National Accreditation Board for Testing and Calibration Laboratories, അതിന്റെ അനുസരിച്ച് മെഡിക്കൽ ലബോറട്ടറീസിനെ നമുക്ക് 4 ആക്കി തിരിക്കാം. നോക്കി, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്ലേസ്, അത് ചെയ്യുന്ന പ്ലേസ് പരിഗണിക്കാതെ തന്നെ, സ്ഥലം പരിഗണിക്കാതെ തന്നെ, they are operating and equally applicable to both the public and private sectors. ബാധകമാണ്, equally applicable ആണ്. അതില് ലാബിന് നമുക്ക് ഇത് സൈസ് അനുസരിച്ചാട്ടോ. സൈസ് അനുസരിച്ച് നമുക്ക് ലാബിനെ 4 ആക്കി തിരിക്കാം. സൈസ് അനുസരിച്ച് സ്മോൾ സൈസ്ഡ് ലബോറട്ടറി, മീഡിയം സൈസ്ഡ് ലബോറട്ടറി, ലാർജ് സൈസ്ഡ് ലബോറട്ടറി, വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. ഏതൊക്കെയാണ് ലബോറട്ടറി? സ്മോൾ സൈസ്ഡ്. സ്മോൾ സൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? A laboratory that receives samples of up to 100 patients or participants per day. എത്ര പേർക്കാണ് നോക്കുന്നത്?
receive the sample of 100 patient or participants per day. 100 പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് അല്ലെ പേഷ്യൻസ് അവരുടെ ഒരു ദിവസം 100 പേഷ്യൻസിന്റെ സാമ്പിൾ റിസീവ് ചെയ്യുന്നു. ആ ലബോറട്ടറിയാണ് സ്മോൾ സൈസ്, ചെറുതാണ്. അപ്പൊ നിങ്ങൾ നോക്കാം up to 100 അത്രയും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സ്മോൾ സൈസ്ഡ് ലബോറട്ടറി എത്ര പേഷ്യൻസിന്റെ സാമ്പിൾ കളക്ട് ചെയ്യുന്ന up to 100. Then medium sized laboratory receive the samples of up to 101 to 400. എത്ര മുതൽ 101 മുതൽ 400 വരെ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ ഒരു ദിവസം സാമ്പിൾ റിസീവ് ചെയ്യും. A laboratory that receives samples up to 101 to 4,000 patients or participants per day. Then large sized a laboratory that receives samples of more than 401 to 1,000 patients or participants per day. More than 4,000 to 1,000. 401 മുതൽ 1000 പേഷ്യൻസ് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന്റെ ഒരു ദിവസം സാമ്പിൾ റിസീവ് ചെയ്യും. അതാണ് ലാർജ് സൈസ്ഡ്. അപ്പൊ നിങ്ങൾ നോക്കുക, സ്മോൾ എഴുതിയിട്ട് എങ്ങനെ പറയണം? up to 100. മീഡിയം സൈസ്ഡ് 101 to 400. ലാർജ് ആകുമ്പോൾ 401 to 1000. ഇനി ഏറ്റവും നാലാമത്തെ നോക്കിയേ, വെരി ലാർജ് സൈസ്ഡ് laboratory that receive more than 1,000 patients or participants per day. 100,000 പേഷ്യൻസിന്റെ സാമ്പിൾ റിസീവ് ചെയ്യുന്ന ലബോറട്ടറിയാണ് വെരി ലാർജ് സൈസ്ഡ്. അത് നാലും നോക്കിയേ, ടിക്കറ്റ് വെച്ചോട്ടോ. ടെക്സ്റ്റ് ഉള്ള ഒരു ടെക്സ്റ്റ് തന്നെ ടിക്കറ്റ് വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് ലെവൽസ് ഓഫ് ലബോറട്ടറീസ് എന്ന് പറയുന്നത് കേട്ടോ. 4 തരമാണ്. ഇത് എന്തനുസരിച്ചാ? അതിന്റെ സൈസ് അനുസരിച്ച്. അപ്പൊ ഇങ്ങനെ തന്നെ ചോദിക്കാം, laboratory that receives samples of up to 100 patients or participants per day is called dash. നമ്മുടെ സ്മോൾ സൈസ്ഡ് ലബോറട്ടറി. ക്ലിയർ ആയ ക്വസ്റ്റ്യൻ പറയുന്നത്? അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് ലബോറട്ടറീസ് എത്ര പേഷ്യൻസിന്റെ സാമ്പിൾ റിസീവ് ചെയ്യുമ്പോൾ up to 100. രണ്ട് രീതിയിൽ ചോദിച്ചാലും ഫിഫ്ത് വൺ ഉണ്ട്. 4 ഓക്കെ അല്ലേ? 4 സൈസ് അനുസരിച്ചിട്ടോ. സൈസ് അനുസരിച്ചാണ്. സൈസ് അനുസരിച്ച് 4 ആക്കി തിരിച്ചേക്കണം. ഇനി ഒരെണ്ണം കൂടി അവിടെ പറയണ്ട്, അതിന്റെ ലൊക്കേഷൻ അനുസരിച്ച്. 5ാമത്തെ നോക്കി, മൾട്ടിപ്പിൾ ലൊക്കേഷൻ. സൈസ് അനുസരിച്ച് ലബോറട്ടറിനെ നമുക്ക് 4 ആക്കി തിരിക്കാം. ഏതൊക്കെ? സ്മോൾ സൈസ്ഡ് ലബോറട്ടറി, മീഡിയം സൈസ്ഡ് ലബോറട്ടറി, ലാർജ് സൈസ്ഡ് ലബോറട്ടറി, വെരി ലാർജ് സൈസ്ഡ് ലബോറട്ടറി. ഇനി അതിന്റെ ലൊക്കേഷൻ നോക്കിയേ. ലൊക്കേഷൻ അനുസരിച്ച് എങ്ങനെയാ? മൾട്ടിപ്പിൾ ലൊക്കേഷൻ. ലൊക്കേഷൻ അനുസരിച്ച് a laboratory having more than one location in the same district with the same legal identity. More than one location in the same district with the same legal identity. ഒരേ ഡിസ്ട്രിക്റ്റില് ഒരേ ലീഗൽ ഐഡന്റിറ്റിയില് ഒന്നിലധികം ലൊക്കേഷനിൽ ലബോറട്ടറി കാണാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരു പേരിൽ തന്നെ പല സ്ഥലങ്ങളിലും കാണാലോ. സെയിം ലീഗൽ ഐഡന്റിറ്റിയിൽ സെയിം ഡിസ്ട്രിക്റ്റിൽ കാണാൻ പാടില്ലേ? ഇപ്പൊ ആസ്റ്റർ. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഡിസ്ട്രിക്റ്റിൽ തന്നെ ഇഷ്ടം പോലെ സെയിം ലീഗൽ ഐഡന്റിറ്റിയിൽ ഒന്നിലധികം ലൊക്കേഷനിലും ലബോറട്ടറി കാണാം. അതാണ് മൾട്ടിപ്പിൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ശരിക്കും 5 പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ 4 സൈസ് അനുസരിച്ചിട്ടാണ്. ഓക്കെ ആണോ നോക്കിയേ നിങ്ങളൊന്ന്? ഓക്കെ ആണല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെച്ചോ അവിടെ? നിങ്ങള് എഴുതി വെച്ചോ ഇമ്പോർട്ടന്റ് ആണ്? ഓക്കെ. ഇനി അടുത്തതാണ് എക്യുപ്മെന്റ്സ്. Each laboratory should arrange a list of equipment needed for functioning of the laboratory depend on the kinds of tests performed. Then okay, ഓരോ നമ്മളെ അവിടെ ഏത് തരത്തിലുള്ള ടെസ്റ്റ് ആണ് നിർവഹിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആ എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് ഓരോ ലബോറട്ടറിയും അറേഞ്ച് ചെയ്യണമെന്ന്. അപ്പൊ ആ രാവിലെ ഏതൊക്കെ ടെസ്റ്റാ ചെയ്യുന്നത് അതിന്റെ അനുസരിച്ച്
ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ് ഓരോ ലാബും അറേഞ്ച് ചെയ്യണം. ഈച്ച് ലബോറട്ടറി ഷുഡ് അറേഞ്ച് എ ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്. ഓരോ ലാബിലും എന്തുണ്ടായിരിക്കണം? ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ്, ഒരു എക്യുപ്മെന്റ്സിന്റെ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? നീഡഡ് ഫോർ ഫങ്ഷനിങ് ഓഫ് ദ ലബോറട്ടറി. ആ ലബോറട്ടറിയുടെ ഫങ്ഷൻ. അപ്പൊ അതായത് ഏത് തരത്തിലുള്ള അവിടെ ടെസ്റ്റ് പെർഫോം ചെയ്തത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇനി എക്യുപ്മെന്റ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്. ഇനി എക്യുപ്മെന്റ്സിന് വന്നത് ഏതൊക്കെയാണ്? ലബോറട്ടറി എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഇതൊക്കെയാണ് ഏതില്? എക്യുപ്മെന്റ്സിൽ വരുന്നത്. എക്യുപ്മെന്റ്സ് കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെന്റ്സ്, മെഷറിംഗ് സിസ്റ്റം ആൻഡ് ലബോറട്ടറി ഇൻഫർമേഷൻ സിസ്റ്റം. ഇനി the following should be made sure. അപ്പൊ എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഇതും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണ്ട, വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യം നോക്കണ്ടേ? Equipment should be close to meet the requirements of the laboratory with regard to design and capacity. എക്യുപ്മെന്റ്സ് എങ്ങനെ വേണം തിരഞ്ഞെടുക്കാൻ? ഓരോ ലാബും ഓരോ ലബോറട്ടറിയിലും ഒരു ലിസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സ് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഓരോ ലാബിലും അവിടെ എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം അതിന്റെ ഒരു ലിസ്റ്റ് അവർ അറേഞ്ച് ചെയ്യണം. ഇത് എക്യുപ്മെന്റ്സ് നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത് നോക്കിയേ? ചൂസൺ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ ലബോറട്ടറി. അതായത് ആ ലാബിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. വിത്ത് റിഗാർഡ് ടു ഡിസൈൻ ആൻഡ് കപ്പാസിറ്റി. ആ ലാബിന്റെ ഡിസൈൻ, കപ്പാസിറ്റി ഇതിന് അനുസൃതമായിട്ട് ലബോറട്ടറിയിലെ ആവശ്യകത, റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. Clear ആണോ? Equipment should be chosen to meet the requirements of the laboratory with regard to design and capacity. Okay. പിന്നെ ഒരു പോയിന്റ് കൂടി പറയാൻ നോക്കിയേ. All equipment should be qualified before it is taken for clinical use. ഇനി ആ ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ എടുക്കുന്നതിന് മുന്നേ അതിന്റെ ക്വാളിഫൈഡ് ആയിരിക്കണം. അല്ലെങ്കിൽ ക്വാളിറ്റി നമ്മൾ നോക്കണം. അല്ലാതെ എടുക്കുമ്പോഴല്ല, നമ്മൾ എടുക്കാനായിട്ടല്ല അത് നല്ലതാണോ എന്ന് നോക്കേണ്ടത്. ആ ചികിത്സാ സംബന്ധമായിട്ടുള്ള ഉപയോഗത്തിന് എപ്പോഴും റെഡി ആയിരിക്കണം. എല്ലാ എക്യുപ്മെന്റ്സും ക്വാളിഫൈഡ് ആയിരിക്കണം. ബിഫോർ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ക്ലിനിക്കൽ യൂസ്. ക്ലിനിക്കൽ ഉപയോഗത്തിന് എടുക്കുന്നതിന് മുന്നേ എല്ലാ എക്യുപ്മെന്റ്സും നല്ല ഗുണനിലവാരം ഉള്ളതായിരിക്കണം. എക്യുപ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് ആണ് കേട്ടോ ഈ തന്നേക്കുന്നത്. അതിനകത്ത് ലബോറട്ടറി എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താണോ അല്ലെങ്കിൽ ഏതാക്കിയാന്ന് ചോദിച്ചാൽ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ലബോറട്ടറി ഡിസൈൻ, കപ്പാസിറ്റി അതിനനുസൃതമായിട്ടുള്ള, അതായത് ലാബിൽ എന്താണ് ചെയ്യേണ്ടത് ആ ലബോറട്ടറിയുടെ റിക്വയർമെന്റ്സ് അത് പാലിക്കുന്ന രീതിയിലുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. അവിടെ നടത്താത്ത ടെസ്റ്റിന് വേണ്ട എക്യുപ്മെന്റ്സ് വേണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലാബിൽ എന്താണ് ആവശ്യകത, ലാബിൽ എന്തൊക്കെ ടെസ്റ്റ് നടത്തുന്നുണ്ട് അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വേണം തിരഞ്ഞെടുക്കാൻ. രണ്ടാമത്തെ എന്താണ്? ആ ക്ലിനിക്കൽ യൂസ് അതിന് എടുക്കുന്നതിന് മുന്നേ എല്ലാ എക്യുപ്മെന്റ്സും എന്താണ്? അതിന്റെ ക്വാളിഫൈഡ് ആയിരിക്കണം. ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തണം. All equipment should be qualified ആയിരിക്കണം before it is taken for clinical use. ക്ലിനിക്കൽ യൂസ്, ചികിത്സാ സംബന്ധമായിട്ടുള്ള ഉപയോഗത്തിന് എടുക്കുന്നതിന് മുന്നേ ഓരോ എക്യുപ്മെന്റ്സും എങ്ങനെയായിരിക്കണം? ക്വാളിഫൈഡ് ആയിരിക്കണം. 2 പോയിന്റ്സ് ആണ് പറഞ്ഞത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത്രയും എടുത്തതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എളുപ്പമല്ലേ? കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ബോക്സ് ഹൈറാർക്കിയുടെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആരാന്നും പിന്നെ നമ്മൾ അവിടെ എക്സ്പാൻഡഡ് ഫോം എഴുതി വെച്ചത്, പിന്നെ അതിനകത്ത് പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും പഠിച്ചാൽ മതി. പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ പഠിച്ച നമ്മുടെ സൈസ് അനുസരിച്ചുള്ള ലാബിന്റെ ക്ലാസിഫിക്കേഷൻ, അതും അതിനകത്തുനിന്ന് 2 ടേബിളും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കും കേട്ടോ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.